മ്യൂസിയം വന്നിരിക്കുകയാണ്. സയൻസ് പിന്നെ എക്സ്പെരിമെന്റ് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഞാൻ എവിടെയെന്നറിയോ, ഞാനൊരു മ്യൂസിയം വന്നിരിക്കുകയാണ്, കാറിൻ്റെ മ്യൂസിയം. ആക്ച്വലി ഞാൻ സുഡിയിൽ പോവാന്ന് വെച്ചിട്ട് വന്നതായിരുന്നു എൻ്റെ ബോയ് ഫ്രണ്ട് കൂടെ. അപ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറിൻ്റെ മ്യൂസിയം കാണാൻ. അപ്പോൾ അവിടേക്ക് അവിടെ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഉള്ളിൽ പോകണ്ട, ആദ്യമായിട്ടാണ് കാറിൻ്റെ ഒരു കാണുന്നത്. ഞങ്ങൾ ഉള്ളിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ കാറിൻ്റെ ഉണ്ട്, കാറിൻ്റെ മ്യൂസിയം, പിന്നെ സയൻസ് പിന്നെ എക്സ്പെരിമെൻ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയില്ല സയൻസ്. അപ്പോൾ കാറ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്, പക്ഷെ ഇത് സയൻസ് എന്താ നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ബട്ടൺ പ്ലസ് ചെയ്താൽ നമുക്ക് എന്താണ് സയൻസ്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താണെന്ന് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ആണല്ലേ, നമുക്ക് എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതേപോലെ നമ്മൾ സയൻസ് ഇപ്പോൾ ഇതാണല്ലോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ എക്സ്പെരിമെൻ്റ് എന്ന് പ്രസ് ചെയ്യുക. ട്രെയിൻ അയ്യോ, അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റിൽ വരുന്നുണ്ടല്ലേ. അടിപൊളിയായിട്ടില്ലേ? ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും അറിയില്ല എന്ന് അവർ ഫ്രണ്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല കേട്ടോ. നമുക്ക് ഇതാണ് നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് എല്ലാം വിഷ്വലായിട്ട് നമുക്ക് കാണിച്ചു വിടാം. ഇതെന്തിനാ കയ്യിൽ കിട്ടുന്നത്? ഇതാണ് ടിക്കറ്റ് അല്ലേ? ടിക്കറ്റ് പോലെ. ആക്ച്വലി ഞങ്ങൾ കാറിൻ്റെയും പിന്നെ സയൻസിൻ്റെ ആണ് നോക്കാൻ പോണത്. അപ്പോൾ ഒന്ന് ബ്ലൂ ഒന്ന് യെല്ലോ. നിങ്ങൾക്ക് വേണ്ട ഇനി ഇതാണ് ടിക്കറ്റ് കേട്ടോ. 350 ആണ് കേട്ടോ. കാർ മ്യൂസിയം പിന്നെ സയൻസ് മ്യൂസിയം. ഓക്കെ, അതെല്ലാം ഇട്. നിൻ്റെ കൈ കാണിക്ക്. ഇവനൊക്കെ കുറച്ച് സയൻസ് പിന്നെ ഇങ്ങനെ മ്യൂസിയം കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരോട് വന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു എൻ്റെ ബോയ് ഫ്രണ്ട്. എല്ലാവരും ബോയ് ഫ്രണ്ടിനെ കാണിച്ചു തരുന്നില്ല അങ്ങനെ ഇങ്ങനെ ഉണ്ട്, കുറേ കണ്ടു. അപ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ട് കാണിച്ചു തരാം. വേണം. ഹലോ, കണ്ടില്ലേ ഫൈനൽ എൻ്റെ ബോയ് ഫ്രണ്ടിനെ. അപ്പോൾ ഞാൻ ഉള്ളിൽ പോട്ടെ. എൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് ആണ്, പക്ഷെ വ്ളോഗിങ് അലൗഡ് അല്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാം. ഓക്കെ, എനിക്കുണ്ടല്ലോ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പം എൻ്റെ ബോയ് ഫ്രണ്ട് പറയും എന്താണെന്ന്. ഓക്കെ, കുറച്ച് ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം അല്ലേ? പറയടാ, ഇതെന്താ അത്? സൗണ്ടിൽ പറ. ഏൻഷ്യൻ വീൽസ് എന്ന് പറയും. ഇതാണ് ആദ്യത്തെ കാറായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, 3500 BC, അതായത് ബിഫോർ ക്രിസ്റ്റ് എന്ന് പറയും. 3500 BC അപ്പം ഉണ്ടാക്കിയിരുന്ന വീലുകളും മറ്റു കാര്യങ്ങളൊക്കെ 3200 to 3500 BC. ഇത് നോക്കൂ, എത്ര പണ്ടത്തെ നോക്കൂ. ഈ ഇതെന്താ ബൈക്കില്ലേ? ഇത് R15 അല്ലടാ, പിന്നെന്താ ഇതെന്താ? ഈ വണ്ടി പേരെന്താണ്? അത് പക്ഷെ അമ്മയല്ല, ആ ഒരു മോഡൽ ഞാൻ കണ്ടപ്പോ പറഞ്ഞതാടാ. ഇതിനെ കുറിച്ച് എല്ലാം നോളജ് ഉണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഭയങ്കര എല്ലാം ഉണ്ടല്ലോ. ഈ കുട്ടിക്ക് അറിയും, പക്ഷെ ഈ കുട്ടി ഒന്നും പറയുന്നില്ല എന്നുള്ളൂ. വായിച്ച് നോക്കി പകുതി മൊത്തം അറിയുന്നു. ഇത് നോക്കൂ, വീല് എന്താണ്? ബെൻസ് നടത് അബി ഇങ്ങോട്ട് വാ. ബെൻസ് നല്ലത്, ബെൻസ് ആട്ടോ. അടിപൊളി ഉണ്ടെന്ന്. വീല് നോക്കൂ. അയ്യോ, ഇളക്കാൻ പറ്റുന്നത്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഇതെന്താ പശുവിൻ്റെ കൂടെ പശുവിൻ്റെ വണ്ടിയിൽ കാളവണ്ടിയിൽ യൂസ് ചെയ്യുന്ന ചക്രം. സ്റ്റീം എഞ്ചിൻ 1769 ഉണ്ടാക്കിയ സ്റ്റീം എഞ്ചിൻ. സ്റ്റീം പവർ നോക്കൂ, 1970. ഫ്രഞ്ച് മിലിറ്ററി എഞ്ചിനീയറാണ് അതെ. പക്ഷെ ഇവരെ കണ്ടുകൊടുത്തില്ല പണ്ടത്തെ. ഇത് എങ്ങനെ വർക്ക് ആവണമെന്നുണ്ട്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അവിടെ വർക്കിംഗ് പ്രോസസ്സിൻ്റെ ഉള്ള വീഡിയോസ്. ഓക്കെ, ഇവിടെ അടിപൊളിയായിട്ട് ഈ ഒരു മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് തന്നെ. പക്ഷേ ഇത് വണ്ടികളെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വിൻറ്റേജിലെ പണ്ടത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കളക്ഷൻസാണ് ഇതൊക്കെ.
നമുക്ക് ഉള്ളിൽ പോയാൽ അതിൻ്റെ ഇതുണ്ടാവില്ലേ ഫിസിക്കലായിട്ടുള്ള ഈ ഒറിജിനൽ വണ്ടിയൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ അടിപൊളി പണ്ട് നല്ല നല്ല കാറുകളുണ്ട് കേട്ടോ. മീൻസ് ഞാൻ എൻ്റെ ലൈഫിൽ കാണാത്ത കാറാണ്. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി മ്യൂസിയമാണ്. സൗണ്ട് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒന്നിനും ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, വീഡിയോസ് എടുത്തിട്ടില്ല. ഞാൻ അതിൻ്റെ കൂടെ പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഓക്കെ, എനിക്ക് പുതിയതായി ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റൂല എങ്ങനെയാണ് എന്താണ്, കാരണം ഭയങ്കര എല്ലാവരും സൈലൻ്റ് ആണ്. അപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ ഫോർഡ് ക്വാർട്ടർ സൈക്കിൾ പോലെയുണ്ട്. മീൻസ് നമ്മുടെ റിക്ഷ പോലെയുണ്ട് കാണാൻ ഏകദേശം. ഈ ഒരു കാറ് നോക്കൂ, ഈ ഒരു ഫുൾ കാറ് കണ്ടില്ല കാറ്. ആക്ച്വലി ഇവിടെ ഉണ്ടാകും ഈ ഒരു സാധനം ചുറ്റിയിട്ടാണ് ഇതിന് സ്റ്റാർട്ടാക്കണം കേട്ടോ. ഇത് വന്നിട്ട് ഫോർഡ് ടീ റോസ്റ്ററാണ്. ഇത് കമ്പനി 1926 അമേരിക്കയാണ് ഇതിൻ്റെ ഒറിജിൻ. ഓക്കെ, നോക്കൂ. അടുത്തത് 52. ഈ 52 സിനിമ കാണാത്ത ആരും ഉണ്ടാവില്ല. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, 53 എല്ലാത്തും അഭിനയിച്ചൊരു എൻ്റെ ഫേവറേറ്റ് കാറാണ്. ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ സിനിമ ആരും കണ്ടു ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഓക്കെ, 1969 ജർമ്മനിയാണ് ഇതിൻ്റെ ഒറിജിൻ. ഈ കാർ ഇങ്ങനെ റിയലായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. സൂപ്പർ. ഇത് വന്നിട്ട് നമ്മുടെ വേറൊരു കാറിൻ്റെ സെൻറ്ററായിട്ട് കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഭാഗം ഉണ്ട് നമുക്കത് കാണിച്ചു നിൽക്കുന്നത്. ഇത് 1961. ഇത് കണ്ടോ, ഇതൊരു കാറ് തോന്നുന്നു കേട്ടോ. ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോറിക്ഷ പോലെ. മീൻസ് കാറെന്നല്ല, ഒരു ഓട്ടോറിക്ഷ പോലെ തോന്നുന്നു. കണ്ടില്ല ഇത് എങ്ങനെയാണ്. പക്ഷെ ഇതെങ്ങനെ ഓട്ടിക്കാമെന്ന് അവിടെ കണ്ടോ. മിസ്റ്റർ ബീൻ കണ്ടവർക്ക് അറിയും ഈ വണ്ടി ആക്ച്വലി ഇത് യൂസ് ചെയ്യും നമ്മുടെ മിസ്റ്റർ ബീൻ. അടുത്ത് വന്നിട്ട് നമ്മുടെ കാറാണ്. ആക്ച്വലി കാറ് പല ടൈപ്പിലുള്ള കാറൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ എന്തൊക്കെ ഫുൾ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിലോ തികയില്ല നമ്മുടെ വീഡിയോസ്, കാരണം ലാഗായി പോകും. അപ്പോൾ ഞാൻ മീൻസ് എനിക്ക് പറ്റുന്ന കുറച്ച് കാറസ് ഞാൻ കണ്ടു തരുന്നത്. ഇത് ലിമോസിൻ കാറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ക്യാബിൻ പോലെയൊക്കെ ഉണ്ട് നമുക്ക് കുടിക്കാനൊക്കെ ഉള്ളത് പോലെ. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ഫോറിൻ മാനുഫാക്ചർ ചെയ്ത കാറാണ്. ഇതൊക്കെ പണ്ടത്തെ 1900s മുകളിലുള്ള കാർസാണ് കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ഒരു 5 6 ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടല്ലോ കുറേ ഒരു 30 40 50 അങ്ങനെ അത്രയ്ക്കും കാറൊക്കെ ഉണ്ട്. അത് പല ടൈപ്പിലുള്ള വണ്ടികളുണ്ട്. അടിപൊളിയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ എനിക്കുണ്ടല്ലോ ഓർത്ത് വെച്ചതായിരുന്നു. പക്ഷേ വീഡിയോ ഷോർട്ടേജ് ആക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ പേരൊക്കെ പറയുമ്പോൾ ലോങ് ആയി പോകുന്നു. അത് കാരണം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ അല്ലേ കാറിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നുണ്ട്, അടിപൊളി കളക്ഷൻ ആയിരുന്നു. നമ്മൾ കാണാത്ത പല ടൈപ്പിലുള്ള കളക്ഷനൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയതൊന്ന് ഇന്ത്യൻ കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഉള്ള കാറും ബസ്സൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാവില്ല വിചാരിച്ചു. പക്ഷേ ഇതിനുള്ളിൽ ഇതും ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ 1940 GD നായിഡു കൊണ്ടുവന്ന ബസ്സാണ് കേട്ടോ, പണ്ടത്തെ ബസ്. പിന്നെ വന്നിട്ട് നാനോ കാറിനെ കട്ട് ചെയ്തിട്ട് പോർഷൻസ് കാണിച്ചു തന്നു. പിന്നെ ഇതുപോലെ തന്നെ ഫുൾ നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചർഡ് കാറൊക്കെ കുറേ ഉണ്ടായിരുന്നു. അത് ഞാൻ അത്ര വീഡിയോസ് എടുത്തില്ല, കാരണം നമ്മൾ നോർമലി കണ്ട എല്ലാ കാറും തന്നെയായിരുന്നു ഉള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ അധികം ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചുണ്ടായിരുന്നു കയ്യിൽ എണ്ണാവുന്നത്, അതും അടിപൊളി തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ കാർ കളക്ഷൻ കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് നമ്മുടെ സയൻസിൻ്റെ സെക്ഷനിലാണ്. സയൻസിൻ്റെ സെക്ഷനിൽ വന്നിട്ട് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു. പണ്ടത്തെ മുതൽ ഇപ്പോഴത്തെ വരെയുള്ള ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ കാൽക്കുലേറ്റർ, പണ്ട് മുതൽ ഈ നിമിഷം വരെയും ഇപ്പോൾ ഉള്ളവരെ കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇലക്ട്രിക്കൽ ടേബിൾ ടോപ്പ് കാൽക്കുലേറ്ററാണ് കേട്ടോ ഇത്. അതിനുശേഷം നമ്മുടെ ആപ്പിളിൻ്റെ പണ്ടത്തെ സിസ്റ്റം കമ്പ്യൂട്ടർ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണിച്ചു തരാൻ. മീൻസ് നമ്മുടെ പുതിയ കളക്ഷനും പഴയ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പെൻ ഡ്രൈവ്, നമ്മുടെ ഇപ്പോഴത്തെ പെൻ ഡ്രൈവും പണ്ടത്തെ പെൻ ഡ്രൈവ് കണ്ട വ്യത്യാസം കണ്ടില്ലേ. പെൻ ഡ്രൈവ് ഒരു പേനയിലൊരു പെൻ ഡ്രൈവ് ഒക്കെ കുത്തിയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ പ്രിൻ്റർ, അതുപോലെ കുറേ പണ്ടത്തെ കളക്ഷൻസ് ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണാത്ത കളക്ഷൻസൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ, പണ്ടത്തെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, വിൻറ്റേജ് കമ്പ്യൂട്ടർ, അതും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ സ്റ്റോറേജ് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മുടെ പ്രൊജക്ടർ, നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് പ്രൊജക്ടർ ചുമരിൽ കാണാം, അതും ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ക്യാമറ, പണ്ടത്തെ ക്യാമറ നമ്മൾ പണ്ട് മുതൽ ഇപ്പോൾ വരെ ഉള്ളത് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ പണ്ടത്തൊക്കെ ഇപ്പോൾ കിട്ടാൻ വഴിയുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ അവിടെ പോയ ഫുൾ കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ ക്യാമറാസിൻ്റെ. അതുപോലെ നമുക്കുണ്ടല്ലോ ഫിലിം എഡിറ്റർ, അതിന് ആദ്യമായിട്ടാണ് അവിടെ കാണുന്നതും. അതും അവിടെ പണ്ടത്തെ വർഷമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ നോട്ട് ചെയ്തില്ല. പക്ഷെ അതും അതിലുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഫോട്ടോ
ഫോട്ടോ പ്രിൻ്റർ ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. പിന്നെ മെയിനായിട്ട് തെർമൽ ഇമേജ്. ഞാൻ ഇതിൽ കുറേ നേരം കളിച്ചു, കാരണം അടിപൊളിയായിരുന്നു. നമ്മുടെ ഫയർ പോലെ ഒരു കണ്ടില്ലേ, നമ്മുടെ ആക്ഷൻ കാണിക്കുമ്പോൾ അതിന് തെർമൽ കാണിക്കും. പക്ഷേ അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. നൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മ്യൂസിയം ഫുള്ളും. അങ്ങനെ ഫുള്ളും ഞങ്ങൾ കാർ മ്യൂസിയം അതുപോലെ തന്നെ സയൻസിൻ്റെ ഫുള്ള് ഞങ്ങൾ കണ്ടു. രണ്ടുമേ അടിപൊളി, ചാൻസേ ഇല്ല. കാറിൻ്റെ എക്സിബിഷനിൽ മ്യൂസിയമിലുണ്ടല്ലോ പണ്ടത്തെ കാറൊക്കെ ഉണ്ടല്ലോ, ചാൻസേ ഇല്ല. നമ്മൾ കണ്ടില്ലാന്ന് കാണാത്ത പുതിയത് മീൻസ് പുതിയ പഴയത് ഓക്കെ കാണാത്ത കാറെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സയൻസിൽ പോയില്ലേ, സയൻസിലാണെങ്കിൽ ഉണ്ടല്ലോ പണ്ടത്തെ എപ്പോഴത്തെയോ റേഡിയോ, ഒരു വലിയ റേഡിയോ, അതുപോലെ TV ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് വീഡിയോസ് എടുക്കാം, ബട്ട് സൗണ്ട് ഇടാൻ പറ്റില്ല. അത് കാരണം നമ്മൾ വോയിസ് ഓവർ കൊടുത്തതാണ്. അല്ലാതെ പക്ഷെ വോയിസ് ഓവർ കൊടുക്കാണ്ട് അവിടെ നിന്ന് തന്നെ എടുക്കുമ്പോണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും കേൾക്കാനും കാണാനും. പക്ഷേ ഉള്ളിൽ എടുക്കാൻ പറ്റൂല, അപ്പോൾ വീഡിയോസ് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മിസ് എൻ്റെ ബോയ് ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ട കാറിൻ്റെയും പിന്നെ സയൻസിൻ്റെയും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കത് ടാറ്റ ബൈ ബൈ. ഇത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കാൻ പോകണം, കാരണം ഞങ്ങൾക്ക് വേഷം കുടലൊക്കെ അറിയണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ടാറ്റ പറ.